പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് വെസ്റ്റ് ബംഗാളിലാണ്. വെസ്റ്റ് ബംഗാളിൽ ന്യൂ ജയ്പാഗുരി ഈ റെയിൽവേ സ്റ്റേഷനിലാണ് ഉള്ളത്. അപ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് 26-ാം തീയതി ട്രെയിൻ കയറിയതാണ്. പുതിയൊരു ട്രക്കിങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ട്രക്കിങ്ങിന് പോകുന്ന സ്ഥലം കാഞ്ചൻജംഗ ബേസ് ക്യാമ്പിലോട്ടാണ്. അപ്പോൾ ഇപ്പോൾ ഉള്ളത് വെസ്റ്റ് ബംഗാളിൽ ന്യൂ ജയ്പാഗുരി റെയിൽവേ സ്റ്റേഷനിലാണ്. അപ്പോൾ രാത്രി ഇവിടെ വന്നിറങ്ങി. ഇനിയിപ്പോൾ രാവിലെ പാനി തങ്കി എന്ന് പറയുന്ന നേപ്പാൾ ബോർഡറിലോട്ട് പോവുകയാണ്. രാവിലെ ഇവിടെ 6 മണിയാണ് സമയം. അപ്പോൾ രാത്രി ഇവിടെ വന്നിരുന്നിട്ട് പാനി തങ്കിലോട്ട് പോവുകയാണ്. നമുക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തിറങ്ങി പാനി തങ്കിയിലോട്ട് ബസ് നോക്കണം. ബസ് നോക്കിയിട്ട് വേണം. പാനി തങ്കിയിൽ ബോർഡറാണ്, വെസ്റ്റ് ബംഗാൾ നേപ്പാൾ ബോർഡറിലോട്ടാണ് പോവേണ്ടത്. ഒരു പ്രധാനപ്പെട്ട വലിയ റെയിൽവേ സ്റ്റേഷനാണ്. സിലഗുരിയുടെ തൊട്ടടുത്തായിട്ടാണ് ഈ റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് നടക്കാം. ഇവിടെ ഒരുപാട് ട്രെയിനൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട്. രാവിലെ വരുന്നതേ ഉള്ളൂ. ഇതൊക്കെ ഗുഡ്സ് സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ അതാ ഒരു പോലീസ് അങ്ങനെ ചെക്കിങ്ങൊക്കെ ചെയ്ത് ഇങ്ങനെ വരുന്നുണ്ട്. നമുക്കിതിലെയാണ് പുറത്തോട്ടുള്ള വഴി. ഇന്നലെ രാത്രി 2 മണിക്ക് ഇവിടെ വന്നു. തിരുവനന്തപുരത്ത് നിന്ന് വിവേക് എക്സ്പ്രസ്സിലാണ് ഇവിടെ എത്തിയത്. അങ്ങ് ദൂരെ മഞ്ഞുമലയൊക്കെ കുറേ കാണാം ഇപ്പോഴേ ഇവിടെ നിന്ന്. നമുക്ക് ഇതിലെയാണ് ഇറങ്ങി താഴോട്ട് നടക്കേണ്ടത്. പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തന്നെ ടാക്സിക്കും എല്ലാത്തിനും ആളിങ്ങനെ നിൽപ്പുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് കൂടുതൽ ആൾക്കാർ ഡാർജിലിങ്ങിലോട്ടാണ് പോണത്. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഉണ്ട്. ഞാൻ കണ്ട ടാക്സി സ്റ്റാൻഡ് അങ്ങോട്ടാണ് ഒരാൾ ചോദിച്ചപ്പോൾ പറഞ്ഞത്. അവിടെ നിന്ന് നല്ല വെയിലൊക്കെ ഉണ്ട് രാവിലെ. എല്ലാവരും അങ്ങോട്ടാണ് പോണത്. ബസ് സ്റ്റാൻഡ് നോക്കിയിട്ട് വേണം പോവേണ്ടത്. നമുക്ക് നല്ല വെയിലടിച്ച് അവിടെ നിന്നൊന്നും കണ്ടുകൂടാ. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തോട്ടുള്ള വഴിയൊക്കെ വളരെ മോശമാണ്. കണ്ടില്ലേ, ചെളിയൊക്കെ കെട്ടി വേറെ ആൾക്കാരും. നേരെ ബസ് സ്റ്റാൻഡിലോട്ടാണ് നമ്മൾ ചെന്നിറങ്ങണത്. ബസ് സ്റ്റാൻഡാണോ ടാക്സി സ്റ്റാൻഡാണോ എന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങ് ദൂരെ മഞ്ഞുമലയൊക്കെ നന്നായിട്ട് കാണാം. നേരെ ഇറങ്ങി വരുമ്പം തന്നെ ഒരുപാട് കാറും ഒക്കെ ഇവിടെ കിടപ്പുണ്ട്. ഇപ്പോൾ ബസ് സ്റ്റാൻഡ് അപ്പുറത്തുണ്ടെന്നാണ് പറഞ്ഞത്. ഇവിടെ ഒരു പോലീസിൻ്റെ വണ്ടിയൊക്കെ കിടണ്ട്. എല്ലാം ടാറ്റ സുമയാണ്. വെസ്റ്റ് ബംഗാൾ രജിസ്ട്രേഷൻ ടാറ്റ സുമ ഇങ്ങനെ നിറഞ്ഞ് കിടപ്പുണ്ട്. കണ്ടോ, ഇവിടെ ഓട്ടോ സ്റ്റാൻഡും. നമുക്ക് നേപ്പാൾ ബോർഡറിലാണ് പോവേണ്ടത്. തൊട്ട അടുത്ത് തന്നെ ബസ് സ്റ്റാൻഡുണ്ട്. ബസ്സിനാകുമ്പോൾ റേറ്റ് കുറവായിരിക്കും ബസ്സിന് പോകാൻ.
ഇതാണ് ഇവിടുത്തെ ഒരു ചെറിയ ഓട്ടോ. അങ്ങ് ദൂരെ മഞ്ഞുമലയൊക്കെ കാണാം കുറേ. അപ്പം അങ്ങോട്ട് പോയപ്പോൾ അങ്ങനെ നടന്ന് പാനി ടാങ്കിക്കുള്ള ബസ് എന്നാണ് പറഞ്ഞത്. ചോദിച്ചു നോക്കാം. അങ്ങനെ പാനി ടാങ്കിയിലോട്ടുള്ള ബസ്സിനകത്താണ്. ബാഗ് വയ്ക്കാൻ സ്ഥലമില്ല. ചെറിയൊരു ബസ്സാണ്. 10-40 പേരൊന്നും ഇരിക്കില്ല. 10-25 പേര് ഇരിക്കുന്ന ചെറിയൊരു ബസ്. ന്യൂ ജൽപായ്ഗുരിയിൽ നിന്ന് പാനി ടാങ്കിയിൽ നമ്മൾ ബസ് വന്നിറങ്ങി. അപ്പോൾ ഇതൊരു ചെറിയൊരു നേപ്പാൾ ബോർഡറിൻ്റെ അടുത്തുള്ളൊരു ചെറിയ ജംഗ്ഷനാണ്. ഇവിടെ എല്ലാം ബോർഡറിലോട്ട് പോകാൻ ഇതാണ് വണ്ടി. कितना पैसे? सवारी का 20 रुपया है। मैं एक आदमी का फर्स्ट बोले। हाँ ठीक है। അപ്പോൾ ഇവിടെ നിന്ന് 20 രൂപയാണ്. ഇതിനെ പോലെ 20. ഇവിടെ നിന്ന് 20 രൂപയാണ് നേപ്പാൾ ബോർഡറിൽ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം ബോർഡറിലെ ചെറിയ കടകളും കാര്യങ്ങളൊക്കെയാണ്. ഗാഡിക്കിതിന് ഇവിടെ നിന്ന് നമുക്ക് ആ വലത്തോട്ടുള്ള വഴിയിലൂടെയാണ് നേപ്പാളിൽ പോകാനുള്ളത്. ഇവിടെ നിന്ന് 20 രൂപ കൊടുത്താൽ നടക്കണ്ട, നേരെ അവരവിടെ കൊണ്ടാക്കും. कापड़े जूम क्या किस में जाइएगा? कार में? कार में जाइएगा? ये बस में बस में से बस नहीं मिलेगा। बस नहीं है, यहाँ से नहीं मिलेगा डायरेक्ट आपको। यहाँ से फर्स्ट में किधर जा रहे हैं बस? अभी हम लोग जा रहे हैं बॉर्डर की तरफ। ഇവിടെ എല്ലാം മാർക്കറ്റ് ഉണ്ട്. ये जो काकरेपुर का बस स्टैंड होगा ना, हाँ वहाँ से आपको तापलेजुम का गाड़ी डायरेक्ट नहीं मिलेगा। डायरेक्ट नहीं है, जीप है। हाँ जीप हाँ। जल्दी मिल जाएगा आपको। हाँ जीप माने जो शेयरिंग जीप जाता है, हाँ यहाँ से बस आपको लेके जाएगा चाराली तक, वहाँ तक शेयरिंग जीप जाएगा। फिर वहाँ से यहाँ से डायरेक्ट जाने से बुकिंग करना पड़ेगा। बॉर्डर में चेक पोस्ट है ना, वहाँ पर वीडियो मत कीजिए, अलाउड नहीं है। ഓക്കെ ഓക്കെ. അങ്ങനെ നമ്മൾ ചെക്ക് പോസ്റ്റിൽ എത്താറായി. ചെക്ക് പോസ്റ്റിൽ വീഡിയോ എടുക്കാൻ പാടില്ലെന്നാണ് പറയുന്നത്. സ്കാൻ ചെയ്തിട്ട് വേണം ഇങ്ങോട്ട് വരാൻ. നമ്മൾ UP വഴി പോയപ്പോൾ സൊണാലി ബോർഡറിൽ ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ബാഗ് സ്കാൻ ചെയ്യുക, വേറെ ഒന്നുമില്ല, ID കാർഡ് മാത്രമേ നോക്കിയിട്ടുള്ളൂ. പക്ഷേ ഇവിടെ ബാഗൊക്കെ സ്കാൻ ചെയ്ത് വേണം അകത്തോട്ട് പോകാൻ. അപ്പോൾ വീണ്ടും അകത്തോട്ട് വെക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നല്ല ആൾക്കാർ ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. അങ്ങ് ദൂരെ മലയും മഞ്ഞും ഒക്കെ കാണാം. നമ്മളിപ്പോൾ കാണുന്നത് മെച്ചി നദിയാണ്. ഇത് നേപ്പാളിൽ നിന്നാണ് വരുന്നത്, മെച്ചി നദി. അങ്ങ് ദൂരെ മഞ്ഞുമലയൊക്കെ ഒരുപാടുണ്ട്, അവിടെ നിന്ന് വരുന്നതാണ് ഈ നദി. നദിയിലൊക്കെ കലങ്ങിയ വെള്ളമാണ്. ഇന്നലെ നല്ല മഴയും കാര്യങ്ങളും ഉണ്ടായിരുന്നു എന്ന് ഗൂഗിളിൽ കണ്ടായിരുന്നു. आप बोला है कांचनजंगा ना? ആ कांचनजंगा तो वेस्ट बंगाल में। ഒരു ഓട്ടോയിൽ കയറി അവിടെ നിന്ന് ബോർഡർ
कांचनजंगा जा रहे हैं Kanchenjunga रे Kanchenjunga भने यसको त यता बेस कैंप काठमाडौँ त मजा हो बाटो बन्ने അവിടെയാണ് നേപ്പാൾ ബോർഡർ. അവിടെ നിന്നാണ് ഒരു ചെറിയ ഓട്ടോ പോലത്തെ ഒരു വണ്ടിയിൽ വന്നത്. ഇതുപോലത്തെ ഒരു ഓട്ടോയിൽ വന്ന് പൈസ മാറാനുണ്ടായിരുന്നു. നമ്മൾ 10,000 രൂപ മാറുമ്പോൾ ഇവിടുത്തെ 16,000 രൂപ കിട്ടും. ഇവിടെ നിറയെ ടാക്സി കാറും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ബോർഡിൻ്റെ ദൂരെ കാണുന്ന ബോർഡിൻ്റെ ബാക്കിലായിട്ട് ബസ് കിട്ടുമെന്നാണ് പറഞ്ഞത്. നമുക്ക് ഇനി പോവേണ്ടത് താപ്ലജുങ് എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ്. അത് അവിടെ നിന്ന് ബസ്സൊക്കെ ഇങ്ങനെ ഒരുപാട് ഇറങ്ങി പോകുന്നുണ്ട്. രാവിലെ 8 മണിയായി. അങ്ങോട്ട് വെയിലായതുകൊണ്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല. നമുക്ക് ആ റൂട്ടാണ് പോവേണ്ടത്. ഇവിടെ ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട്. രാവിലെ 8 മണി ആയതല്ലേ ഉള്ളൂ. പട്ടി എന്നെ കണ്ട് പേടിച്ചതാണ്. തപ്ലജുങ്ങിലേക്കുള്ള ബസ്സാണ് ഇനി തിരക്കേണ്ടത്. ബസ് അങ്ങോട്ട് കയറി ചോദിക്കാം. അപ്പോൾ നമുക്ക് ഈ ബസ്സിൽ പാനിത്തങ്കിയിൽ നിന്ന് നമുക്ക് ബിർദാമോഡ് പോയാൽ നമുക്ക് അവിടെ നിന്ന് ജീപ്പ് കിട്ടും. അപ്പോൾ ഈ ബസ്സിൽ ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. അപ്പോൾ ബിർദാമോഡിൽ പോയിട്ട് വേണം നമുക്ക് പാനിത്തങ്കിലോട്ട് ജീപ്പ് എടുക്കാൻ. അങ്ങനെ കുറേ ദൂരം വന്നു. അവിടെ നിന്ന് ബസ് മാറി കയറി ജീപ്പിൽ കയറി. ജീപ്പ് ഇങ്ങനെ കൊണ്ടിവിടെ വഴിയിൽ നിർത്തിയിരിക്കുകയാണ്. അതാ കാണുന്ന ജീപ്പിലാണ് ബസ് മാറി കയറി വന്നത്. ഇവിടെ എല്ലാം നല്ല കോടയും മഴയും പെയ്തിട്ടുണ്ട്. ഇനി മുകളിലോട്ട് പോകും തോറും എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. മഴയാണെങ്കിൽ തിരിച്ചിറങ്ങേണ്ട വരും. ഇതൊരു നമ്മളെ മൂന്നാറൊക്കെ പോലെയുള്ളൊരു സ്ഥലമാണ്. ബസ്സിൽ നിന്ന് ഇറങ്ങി ഈ ജീപ്പിൽ കയറി ജീപ്പിൽ പോവുകയാണിപ്പോൾ. അങ്ങനെ നേപ്പാളിൽ വന്ന സമയം കൊള്ളാം. നേപ്പാൾ മൊത്തം മഴയും മണ്ണിടിച്ചിലുമാണ്. അപ്പോൾ കാഠ്മണ്ഡുവിലൊക്കെ അതിശക്തമായ വെള്ളപ്പൊക്കം എന്നാണ് ഞാനിപ്പോൾ കേട്ടത്. വണ്ടിയിലിരുന്ന് പറയുന്നുണ്ട് അങ്ങോട്ട് പോകുന്ന വഴിയൊക്കെ ശക്തമായ മണ്ണിടിച്ചിലുണ്ട്. ഇന്ന് 3 ദിവസം കൊണ്ട് നേപ്പാളിൽ മഴയായിരുന്നു. ഞാൻ ഈ ട്രെയിനിലിരുന്ന കാരണം വേറെ ഒന്നും നോക്കിയില്ല. പരിചയമുള്ള 1-2 പേര് കാഠ്മണ്ഡുവിലുണ്ടായിരുന്നു. അവരെ പോലും ഞാൻ വിളിച്ച് പറഞ്ഞില്ല. അവർക്കൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി നോക്കിയതാണ്. ഇപ്പോൾ ഞാൻ അത് കാരണം മണ്ണിടിച്ചിലിൽ പെടുമോ എന്ന് അറിഞ്ഞൂടാ. ഇതെല്ലാം മുകളിൽ നിന്ന് തന്നെ ഒലിച്ചു വന്ന മണ്ണ്. ഫ്രണ്ടിൽ നിന്ന് JCB പോയി നീക്കിയാണ് വണ്ടി ഫ്രണ്ടിലോട്ട് പോകുന്നത്. ആ കണക്കിൽ മണ്ണിടിച്ചിലാണ്. നമുക്ക് എത്തേണ്ട സ്ഥലം ഏകദേശം തപ്ലജുങ് എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടെ നിന്ന് വീണ്ടും ഇപ്പോൾ ഇതാ ഈ മണ്ണിടിച്ചിൽ കാണാൻ തുടങ്ങിയിടത്തുനിന്ന് വീണ്ടും 60 കിലോമീറ്ററോളം ഉണ്ട്. ഇപ്പോൾ തന്നെ ഏകദേശം വൈകിട്ടായി സമയം. നല്ല ബ്ലോക്ക്. ഞാൻ ഇറങ്ങി നിന്ന് നോക്കിയാണ്. എല്ലായിടത്തും ബ്ലോക്ക്. എല്ലാ വണ്ടിയും ഇങ്ങനെ കുടുങ്ങിക്കിടക്കുകയാണ്. പോസ്റ്റൊക്കെ അങ്ങനെ മറിഞ്ഞ് നിൽക്കുകയാണ്. ഇന്നത്തെ യാത്രയുടെ കാര്യം എന്താവുമെന്നൊന്നും അറിഞ്ഞുകൂടാ. അങ്ങ് ദൂരെ നല്ല മഞ്ഞുമലയൊക്കെ കാണാം. ഇങ്ങോട്ട് വരെ കൂടുതൽ മണ്ണിടിച്ചിലാണ് നമ്മൾ കാണുന്നത് വണ്ടിയിലിരുന്ന് റോഡിലോട്ട്. അപ്പോൾ നമ്മളെ ഫ്രണ്ടിൽ JCB ഉണ്ട്. നമ്മളെന്ന് വെച്ചാൽ കുറേ വണ്ടികളെ ഫ്രണ്ടിൽ JCBയും പോകുന്നുണ്ട്. അപ്പോൾ ആ JCB നീക്കുന്ന അനുസരിച്ചാണ് ഈ കാണുന്ന വണ്ടികളെല്ലാം ഫ്രണ്ടിലോട്ട് പോകുന്നത്. വേറെ വഴിയില്ല.
JCB പോകുന്നതനുസരിച്ച് പോകുക എന്നുള്ളതേ ഉള്ളൂ. ചെറിയ ചാറ്റൽ മഴയുണ്ട്. മഴ കൂടെയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളിലോട്ട് ചെന്നെത്തും. തപ്ലുജിങ് വരെ എത്താൻ ഇനി ഒരുപാട് സമയമുണ്ട്. ഏകദേശം 3 മണിക്കൂർ കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്കൂടെ ആൾക്കാർ വണ്ടിയൊക്കെ കുത്തിക്കയറ്റിക്കൊണ്ട് പോവുകയാണ്. ഇതാ അവിടെ കുറേ വണ്ടികൾ നിർത്തിയിട്ടിട്ടുണ്ട്. ഞങ്ങൾ ഈ മണ്ണിടിച്ചിലിൻ്റെ കുറച്ച് ഇപ്പുറത്ത് വന്നു. ഇതൊരു ചെറിയ എന്താ പറയുക, കല്ലും മണ്ണൊക്കെ ഒലിച്ച് ഇങ്ങനെ വന്ന് കിടക്കുകയാണ്. ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുകയാണ്. അങ്ങോട്ട് പോവോ ഇല്ലയെന്ന് അറിഞ്ഞുകൂടാ. ആ കണക്കിന് പ്രശ്നത്തിലാവപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ. ഇവിടെ നിൽക്കുമ്പം തന്നെ പേടിയാണ്. ഏത് സമയം ഏത് സൈഡിൽ നിന്ന് വേണോ. ഇതാ കുറച്ച് ആൾക്കാരൊക്കെ ഇറങ്ങി പോവുകയാണ്. വണ്ടി ഇതുവരെ പോവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ബാഗ് എടുത്ത് തന്നു. അങ്ങോട്ട് വണ്ടി പോവില്ല, താഴെ കുറച്ച് നടക്കുമ്പോൾ താമസ സൗകര്യം ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് നടക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അങ്ങോട്ട് നടക്കാൻ പോവുകയാണ്. എന്താവുമെന്ന് നോക്കട്ടെ. കുറച്ച് നടന്നു വന്നപ്പോൾ വലിയ മണ്ണിടിച്ചിലായിരുന്നു. ഈ മണ്ണിടിച്ചിൽ കഴിഞ്ഞ് അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ താമസ സൗകര്യം ഉണ്ടെന്ന് പറഞ്ഞിരിക്കുകയാണ്. റോഡ് വളരെ ബ്ലോക്കാണ്. അപ്പോൾ ഇവിടെ വലിയ JCB നിന്ന് മണ്ണൊക്കെ മാറ്റുകയാണ്. നമ്മൾ ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ചെളിയൊക്കെ വന്ന് ഈ മണ്ണിടിഞ്ഞ് വന്ന സ്ഥലത്തൂടെ കഷ്ടപ്പെട്ട് അപ്പുറത്തോട്ട് നടക്കുകയാണ്. കാലൊക്കെ ചവിട്ടുമ്പോൾ കാലൊക്കെ അങ്ങ് താന്നു പോവുക ചെളിയിലും. ഇവിടെ ഒരു വീടും കാര്യങ്ങളൊക്കെ ഇടിഞ്ഞു പോയി ഈ JCB നിന്ന് മാറ്റുന്ന സ്ഥലത്ത്. വൻ പ്രശ്നത്തിലോട്ടാണ് ചെന്നവപ്പെട്ടത്. കാഞ്ചൻജംഗ കാണാൻ വന്നത് വലിയ പ്രശ്നത്തിലോട്ടാണ്. അവിടെ JCB ഉള്ള സ്ഥലത്തൊക്കെ വീട് തകർന്നു പോയി. ആ വീട്ടിൻ്റെ പുറത്തൊക്കെ മണ്ണാണ്. ആൾക്കാർക്ക് അപകടം പറ്റിയിട്ടുണ്ടോ ഇല്ലെന്നൊന്നും അറിഞ്ഞുകൂടാ. അപ്പം എങ്ങനെയെങ്കിലും ഇത് കഴിഞ്ഞൊന്ന് അപ്പുറത്ത് എത്തണം. അപ്പോൾ അറിയാൻ കഴിഞ്ഞത് തപ്ലുജിങ്ങിലോട്ട് പോകുന്ന വഴിയിലോട്ടുള്ളൊരു പാലം ഇടിഞ്ഞു പോയി വലിയ മഴയിൽ. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ അങ്ങോട്ടുള്ള യാത്ര എങ്ങനെയാണെന്ന് അറിയില്ല. ഇനിയിപ്പോൾ രാത്രി എവിടെയെങ്കിലും ഒരു കിടക്കാനുള്ള സ്ഥലം കണ്ടുപിടിച്ചൊന്ന് നോക്കണം. ഇതിൻ്റെ ഇടയിൽ നിന്ന് ആദ്യം മുകളിൽ നിന്ന് ചെറിയ വെള്ളമൊക്കെ വരുന്നുണ്ട്. ഇത് ഒന്ന് രക്ഷപ്പെട്ട് അപ്പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു താമസ സൗകര്യം കണ്ടുപിടിക്കണം. ക്യാമറയുടെ ചാർജും തീരാറായി. എന്ത് സംഭവിക്കുന്നൊന്നും അറിഞ്ഞൂടാ. അത്ര പ്രശ്നത്തിലോട്ടാണ് ചെന്നെത്തിയത്. നമ്മളെ വയനാട് ദുരന്തം പോലെയുള്ള ഒരു സ്ഥലത്തോട്ടാണ് ചെന്നെത്തിയതെന്ന് തോന്നുന്നു. ആൾക്കാർക്കൊക്കെ നടക്കാൻ പോലും പറ്റാത്ത കണക്കിന് ചെളിയിലൂടെ ഇങ്ങനെ നടക്കുക ആൾക്കാർ.